ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മളെല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലമാണ് സ്റ്റോറേജ് ഫുൾ ആവുക എന്നുള്ളത്. നമ്മുടെ ഫോണിൽ പലതരം ഫോട്ടോസ്, വീഡിയോസ്, ആപ്സ് ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചത് കാരണം ഫോൺ മെമ്മറി അല്ലെങ്കിൽ ഫോൺ സ്റ്റോറേജ് ഫുൾ ആയിരിക്കും അല്ലേ. പക്ഷേ നമുക്ക് പുതിയ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് ഡിലീറ്റ് ചെയ്ത് ഗാലറിയിലേക്ക് ഒരു ഡിലീറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യമായിരിക്കും. അപ്പോൾ ഞാനിവിടെ പറയുന്നത് നമുക്കൊരു അഡീഷണൽ ആയിട്ട് കുറച്ചൊരു മെമ്മറിയും കൂടി നമുക്ക് അതിലേക്ക് കൂടി സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിന് മുൻപ് ഈ കാര്യം പറയുന്നതിന് മുൻപ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിനാണ് സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിൽ പലതരം ആപ്ലിക്കേഷൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഗാലറി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഗാലറിയിൽ ഫോട്ടോസ്, വീഡിയോസ് ഇതുകൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ടാവും. ഇത് നമ്മൾ ഒഴിവാക്കാൻ നോക്കുന്ന സമയത്താണ് നമുക്കിതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തൽക്കാലത്തേക്ക് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട എന്നുള്ളതാണെങ്കിൽ നമുക്ക് നല്ലൊരു സ്റ്റോറേജ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ സാധാരണ ചെയ്യുന്ന എന്താണ്, നമ്മൾ വേണ്ട ഫോട്ടോസൊക്കെ അല്ലെങ്കിൽ വീഡിയോസ് ഡിലീറ്റ് ചെയ്യാം. ഈ ഡിലീറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ നല്ലൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. അതിനായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ടെലഗ്രാം അല്ലേ, ഈ കാണുന്ന ടെലഗ്രാം ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഇൻസ്റ്റാൾ ചെയ്തവരാണെങ്കിൽ ടെലഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്യാം. ടെലഗ്രാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് ഇവിടെ കാണിക്കുന്നത്. അതിൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ തൊട്ടടുത്ത് കണ്ടില്ലേ, ഇവിടെ ന്യൂ ഗ്രൂപ്പ്, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടത് ഏറ്റവും താഴെ കാണിക്കുന്ന ആ ഒരു പെന്നിൻ്റെ അല്ലെങ്കിൽ പെൻസിലിൻ്റെ ഒരു ഐക്കൺ കാണിക്കുന്നില്ലേ, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണിക്കുന്നുണ്ട് ന്യൂ ചാനൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, ന്യൂ ചാനൽ. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. ആ ചാനൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് ചാനൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാനലിനൊരു പേര് നമുക്കിവിടെ കൊടുക്കാം. നമുക്കിവിടെ സ്റ്റോറേജിന് വേണ്ടിയിട്ട് നമ്മളൊരു ചാനൽ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ന്യൂ സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പേര് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാൻ പറ്റും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഓപ്ഷനാണിത്. ഇവിടെ ന്യൂ ചാനൽ കൊടുത്തു, അവിടെ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ക്രിയേറ്റ് ആയി. ഇവിടെ നമുക്ക് പബ്ലിക് ചാനലിലാണ് നിൽക്കുന്നുണ്ടാവുക. അത് നമ്മൾ എന്ത് ചെയ്യുക, പ്രൈവറ്റ് ചാനലിലേക്ക് മാറ്റുക, പബ്ലിക് കൊടുക്കരുത്. അതിനുശേഷം ആ മേലുള്ള ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചാനൽ ക്രിയേറ്റ് ആവും. ചാനൽ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയെ, നമ്മുടെ ഗ്രൂപ്പിലുള്ള ഏതെങ്കിലും എത്ര വ്യക്തീസിന് വേണമെങ്കിൽ നമുക്കതിൽ ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തിനെ നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാനും അതുപോലെ അല്ലെങ്കിൽ നിങ്ങളും അതുപോലെ നിങ്ങളുടെ ഒരു ഫ്രണ്ട് മാത്രമേ ഇതിലുള്ളൂ. അതിനുശേഷം നമുക്ക് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആദ്യം ആഡ് ചെയ്ത ആ വ്യക്തിയെ അതിൽ നിന്ന് ഒഴിവാക്കുക, റിമൂവ് ചെയ്യുക. ഇവിടെ കണ്ടില്ലേ, ഡിലീറ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു ഗ്രൂപ്പ് പ്രൈവറ്റ് ആയിട്ടുള്ള നമ്മുടെ മാത്രമായിട്ടുള്ള, അതായത് നിങ്ങളുടെ മാത്രമായിട്ടുള്ള ഒരു ചാനലായിട്ട് മാറുകയാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലുള്ള എത്ര സൈസുള്ള ഫയലുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗാലറിയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് നേരെ ഈ ചാനലിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിന് താഴെയുള്ള ആ പിൻ ഐക്കൺ കണ്ടില്ലേ, ആ പിൻ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗാലറിയിലേക്ക് പോയിട്ട് ഈ വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസോ എന്താണോ ഫയലുള്ളത് അത് നിങ്ങൾക്ക് അവിടുന്ന് നേരെ നിങ്ങളുടെ ചാനലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതിനുശേഷം ഗാലറിയിൽ പോയിട്ട് അതെല്ലാം റിമൂവ് ചെയ്ത് ഒഴിവാക്കിയാൽ ഗാലറിയിൽ അത്രയും സ്റ്റോറേജ് നിങ്ങൾക്ക് ലാഭിക്കാൻ വേണ്ടി പറ്റും. ഇത് പലർക്കും അറിയാത്തൊരു ഓപ്ഷനാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത് നെറ്റ് ഉള്ള സമയത്ത് ചെയ്യുന്നതാണ് നല്ലത്. കാരണം വീഡിയോസൊക്കെ ഇതിലേക്ക് കയറണമെങ്കിൽ ഒത്തിരി ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വൈഫൈ ഉള്ള സമയങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പാക്കേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് നൈറ്റ് പാക്കേജുകളൊക്കെ ഉണ്ടാവുന്ന ഫ്രീ കിട്ടുന്ന ടൈമിൽ നോക്കിയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ നമുക്ക് നല്ലൊരു ശതമാനം സ്റ്റോറേജ് ലാഭിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ ഇതൊന്ന് ചെയ്തു നോക്കുക. ഇനി മുതൽ നിങ്ങൾ ഫോട്ടോസോ വീഡിയോസോ അല്ലെങ്കിൽ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റോറേജ് ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഗാലറിയിൽ നിന്ന് അത്യാവശ്യം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇതിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ശതമാനം ഗാലറി ലാഭിക്കാൻ പറ്റും, സ്റ്റോറേജ് ലാഭിക്കാൻ പറ്റും, സ്റ്റോറേജ് കൂട്ടുവാൻ സാധിക്കും. ഇതുപോലെ നല്ല നല്ല ഇൻഫർമേഷൻസ് ആണ് എല്ലാ ദിവസവും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണ് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇപ്പോൾ തന്നെ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ മറന്നു പോകുന്നത്. ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായി വരുന്നവരെ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.